ഇന്നിങ്ങനെ ഓർമ്മകളിലേക്ക് വരുന്ന ഒരു മസ്ജിദും ഈ വരുന്ന ഡിസംബർ 6 അഥവാ നാളെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ. ഒന്ന്, ഒരു മസ്ജിദിന്റെ ഇഷ്ടികകളെയും അതിന്റെ മിനാരങ്ങളെയും പൊളിച്ചെടുക്കുന്ന അതീവ ഭീകരമായ കാഴ്ചയ്ക്ക് രാജ്യം നിസ്സംഗമായി നോക്കി നിന്ന ഒരു ഓർമ്മയുടെ മുമ്പിലേക്കാണ് നമ്മൾ വരുന്നത്. ലിബർഹാൻ കമ്മീഷൻ പോലെയുള്ള ഒരുപാട് കമ്മീഷനുകൾ, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട കമ്മീഷനുകൾ, നിശബ്ദമായി ഇന്ത്യയുടെ മതേതരത്വം കരഞ്ഞുപോയിട്ടുള്ള അന്വേഷണ കമ്മീഷനുകൾ, ആരാണ് അതിന്റെ ഉത്തരവാദികൾ എന്ന ചോദ്യത്തിന് ഇന്നയാളുകളാണ് എന്ന് തൊട്ടു കാണിച്ചു കൊടുത്തിട്ട് പോലും രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതിയുടെയും കുറ്റാന്വേഷണ വ്യവസ്ഥിതിയുടെയും സംവിധാനത്തിന്റെയും ഒക്കെ ഉള്ളിൽ നിന്ന് അവർ ഈ രാജ്യത്തിന്റെ പരമോന്നത നേതൃരംഗത്തേക്ക് ഉയർന്നു പോകുന്ന കാഴ്ചയുടെയും കൂടി ദുഃഖകരമായ കാലമാണ് ഈ ഓർമ്മകൾ. ഡിസംബർ 6 വരുമ്പോൾ ഞാൻ രണ്ട് ഓർമ്മകൾ എന്ന് പറയാൻ കാരണമുണ്ട്. ഒന്നൊരു മസ്ജിദ് നശിപ്പിച്ച, ആ മസ്ജിദ് തകർത്തു കടഞ്ഞ ഒരു ഡിസംബർ 6. മറ്റൊന്നൊരു പക്ഷേ ഒരു ഇഷ്ടികയും പൊളിക്കാതെ തങ്ങളുടെ കൈകളിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള നിയമപരിഷ്കരണം നടത്തി നാളേക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി ഉമീദ് പോർട്ടൽ നിങ്ങളൊക്കെ ചെയ്തുവോ എന്ന് എനിക്കറിയില്ല. പലരും, അതായത് വഖഫുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്തമുള്ളവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നാളേക്ക് മാത്രമായി അവസാനിപ്പിക്കാൻ പോകുന്ന ഒന്ന്. രണ്ട് ഭീകരമായ ഓർമ്മകളാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം.